നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2025 അർജൻറ്റീനയുടെ എല്ലാ മത്സരങ്ങളും കളിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ടീമുകൾക്കും നവംബർ മാസത്തിലെ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ 2 കളികളുണ്ടെങ്കിൽ അർജൻറ്റീനയ്ക്ക് ഒറ്റ കളിയേ ഉള്ളൂ. അതിൻ്റെ കാരണം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇനി അത് വീണ്ടും പറയുന്നില്ല. അപ്പോൾ ഒറ്റ കളി ഇന്നലെയായിരുന്നു. അത് അങ്കോളയ്ക്കെതിരെയുള്ള അക്കളി 2-0 വിജയിച്ച് കയറി അർജൻറ്റീന. ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് 2022 ഖത്തർ വേൾഡ് കപ്പിന് ശേഷമുള്ള അർജൻറ്റീനയുടെ അന്താരാഷ്ട്ര ഫ്രണ്ട്ലിയിലെ റിസൾട്ടുകൾ എങ്ങനെയൊക്കെയാണ്. കോമ്പറ്റീറ്റീവ് മത്സരങ്ങൾ വേറെയുണ്ട്. കോപ്പ അമേരിക്ക അതിനിടയ്ക്ക് കളിച്ച് കോപ്പ അമേരിക്കയും പിന്നെ കളിച്ചത് ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയർ, കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറുകളുമാണ്. അതൊഴികെ അവർ കളിച്ച ഫ്രണ്ട്ലി മത്സരങ്ങൾ ആകെ കളിച്ചത് 11 മത്സരങ്ങളാണ്. ആ 11 മത്സരങ്ങളിൽ 11 അവർ വിജയിക്കുകയുണ്ടായി എന്നും മാത്രമല്ല 33 ഗോളുകൾ അവർ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. തിരികെ വാങ്ങിയതോ 2 ഗോളുകളാണ്. സോ അർജൻറ്റീന പൊളിച്ചടുക്കിയിട്ടുണ്ട് എന്നർത്ഥം. പക്ഷേ എതിരാളികൾ അത്ര കരുത്തരായിരുന്നില്ല എന്ന യാഥാർത്ഥ്യവും അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. നോക്കുക, ഖത്തർ വേൾഡ് കപ്പിന് ശേഷമുള്ള ഫ്രണ്ട്ലി മത്സരങ്ങൾ പനാമയ്ക്കെതിരെയായിരുന്നു ഒരു കളി. 2-0 അർജൻറ്റീന ജയിച്ചു. പിന്നെ കുർസാവോയെ നേരിട്ടു, 7-0 അർജൻറ്റീന ജയിച്ചു. ഓസ്ട്രേലിയ നേരിട്ടു, 2-0 അർജൻറ്റീന ജയിച്ചു. ഇന്തോനേഷ്യയ്ക്ക് നേരിട്ടു, 2-0 അർജൻറ്റീന ജയിച്ചു. എൽ സാൽവഡോറിന് നേരിട്ടു, 3-0 അർജൻറ്റീന ജയിച്ചു. കോസ്റ്റാറിക്കയെ നേരിട്ടു, 3-1 അർജൻറ്റീന ജയിച്ചു. ഇക്വഡോറിനെതിരെ കളിച്ചു, 1-0 അർജൻറ്റീന ജയിച്ചു. ഗോട്ടിമാലയ്ക്കെതിരെ കളിച്ചു, 4-1 അർജൻറ്റീന ജയിച്ചു. വെനിസ്വേലയ്ക്കെതിരെ കളിച്ചു, 1-0 അർജൻറ്റീന ജയിച്ചു. പ്യൂട്ടോറിക്കയ്ക്കെതിരെ കളിച്ചു, 6-0 അർജൻറ്റീന ജയിച്ചു. പിന്നെ അങ്കോളയ്ക്കെതിരെ കളിച്ചു, 2-0 അർജൻറ്റീന ജയിച്ചു. വളരെ ശുഷ്കമായ ടീമുകൾ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഇക്വഡോർ, ഇങ്ങനെയൊക്കെയുള്ള ടീമുകൾ മാത്രമാണ് കരുത്തുറ്റ ടീമുകളുള്ളത്. ബാക്കിയൊക്കെ ഈ പറയുന്ന പോലെ കൊറസാവോ, ഇന്തോനേഷ്യ, എൽ സാൽവഡോർ, പ്യൂട്ടോറിക്കോ, പനാമ ഇങ്ങനെയുള്ള ടീമുകളോടാണ് അർജൻറ്റീന കളിച്ചിട്ടുള്ളത്. സംഗതി എന്തായാലും തുടരാൻ വിജയങ്ങളുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ മാർച്ച് മാസത്തിലെ വമ്പൻ ടീമുകളോട് ഏറ്റുമുട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകരുള്ളത്. ഒന്ന് ഫൈനലിസിമ നടക്കുമെന്ന് കരുതാം. അങ്ങനെയെങ്കിൽ അതൊരു നല്ല കോമ്പറ്റീഷനായിരിക്കും. പിന്നെ വമ്പൻ ടീമുകൾ ഒരു പക്ഷേ ഫ്രാൻസിനെതിരെയൊക്കെ കളി വന്നേക്കും എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് സാധ്യമാവുകയാണെങ്കിൽ വേൾഡ് കപ്പിന് മുമ്പ് ടീമിൻ്റെ ആ ഒരു നിലവാരം അളക്കാൻ നല്ലൊരു അവസരമായിരിക്കും. ഇപ്പോൾ ഇന്നലെ അങ്കോളയ്ക്കെതിരെ കളിച്ച് ജയിച്ചിട്ട് സ്കലോനി പറഞ്ഞത് നല്ല കോമ്പറ്റീഷനാണ്, അങ്കോള നന്നായിട്ട് പോരാടി നിന്നു, ഞങ്ങൾക്ക് വേൾഡ് കപ്പിൽ ആഫ്രിക്കൻ ടീമുകളോട് ഏറ്റുമുട്ടേണ്ടി വന്നേക്കാം, അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് വളരെ ഗുണകരമാണ് എന്നാണ് ഇന്നലെ സ്കലോനി പറഞ്ഞു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.